ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നേന്ത്രപ്പഴം വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഉന്നക്കായയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്രക്കങ്ങ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പുതിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു സ്റ്റീമറിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്തതാണ്. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഇളം പഴുപ്പുള്ള നേന്ത്രപ്പഴം തന്നെ നോക്കി എടുക്കാൻ നോക്കുക. നല്ല പഴുത്തത് എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉന്നക്കായ ശരിയായിട്ട് കിട്ടില്ല. അപ്പം ഞാനിത് അരച്ചെടുക്കുന്നത് നമ്മുടെ പ്രീതിയുടെ മാസ്റ്റർ ഷെഫ് ജാറിലാണ്. അപ്പോൾ ഇതിലിടുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 തവണയായിട്ട് പകുതിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ മുഴുവനായിട്ടും ഒരിക്കലും അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് ഇത് അരച്ചെടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതിൽ അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരച്ചെടുക്കുമ്പോൾ അധികം പഴുക്കാത്ത പഴം നോക്കിയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് പഴവും അതുപോലെ ചപ്പാത്തിക്കുള്ള ബാറ്ററും പൊട്ടാറ്റോയും ഒക്കെ നമുക്കിതിൽ അരച്ചെടുക്കാൻ പറ്റും. ഇനി ഈ പഴം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സും റൈസിൻസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ തേങ്ങ മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല മധുരം വേണം. എല്ലാം കൂടി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരും. ആ ടൈമിൽ നമുക്കൊരു 3-4 ഏലക്കായ ഫ്രഷായിട്ട് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. സീഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, തൊലി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്പം തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് അല്പം തണുത്തതിന് ശേഷം നമുക്ക് ഉന്നക്കായ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്നുകൂടി കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം അല്പം ഓയിൽ കൈവെള്ളയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പഴം എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ലോണം പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം 1-2 ടീസ്പൂൺ ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ ഈ ഫില്ലിംഗ് ഒന്ന് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. അതിനുശേഷം മറ്റേ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിൻ്റെ പുറം വശമൊക്കെ നല്ല സ്മൂത്തായിട്ട് വരണം. എങ്കിൽ മാത്രമേ ഇത് ശരിക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സ്മൂത്തായിട്ടില്ലെങ്കിൽ ഓയിലിടുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇളം പഴുത്ത പഴം എടുക്കണമെന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുമ്പോൾ ഇതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇളം പഴുത്ത പഴം തന്നെ എടുക്കണമെന്ന് പറയുന്നത്.
ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ളൊരു പരന്ന പാത്രത്തിൽ ഓയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഒരുമിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഒരുമിച്ചിട്ട് ഇടുമ്പോൾ തമ്മിൽ മുട്ടാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ സ്നാക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പരന്ന പാത്രത്തിലാകുമ്പോൾ നമുക്ക് തമ്മിൽ മുട്ടാത്ത വിധത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മെല്ലെ മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആകെ പണിയായിട്ടുള്ളത് ഈ പഴം ഒന്ന് അരച്ചെടുക്കലാണ്. ഇപ്പോൾ മിക്സി ഉള്ളത് കൊണ്ട് അതും എനിക്ക് എളുപ്പമായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. കൂടുതലായിട്ട് ഓയിലൊന്നും കുടിക്കില്ല, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് മുഴുവനായിട്ടും കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.